അങ്ങനെ സ്റ്റീവിന് എടുക്കാനായിട്ട് പോവട്ടോ. ശരിക്കും നമ്മളൊന്നും വിചാരിക്കേണ്ട നേരെ നടക്കണേ ഒരു കുഴപ്പമില്ല. കുട്ടനായ പേരയ്ക്ക അപ്പൊ ഞങ്ങൾ ഇനി നമ്മുടെ കോഴികളുടെ അടുത്തേക്ക് പോകാൻ പോകണ്ട. ഇത് നമ്മുടെ കോഴികൾക്കും താറാവിനുള്ള വേസ്റ്റ്. ഇപ്പൊ 2 വീടായതുകൊണ്ട് മുകളിലത്തെ വേസ്റ്റും കിട്ടും, താഴത്തെ വേസ്റ്റും കിട്ടും. ഇത് മുകളിലത്തെ വേസ്റ്റ്, കുറെ വേസ്റ്റ് കിട്ടി. അപ്പൊ ഇനി വേസ്റ്റിനിട്ട് നമ്മൾ നേരെ പോകുന്നത് താറാവിനെ പിടിക്കാനാണ്. താറാവിനോട് ഒന്നും ഞങ്ങളുടെയാന്ന് പറയണം കേട്ടോ. പോവാ പറഞ്ഞു വരും. ഓക്കെ അപ്പൊ അങ്ങനെ നമ്മൾ എത്തിയിട്ടാ, നമ്മുടെ വീട്ടിലെത്തി. പിന്നെ എന്താണ്, ഇത്ര നേരം നല്ല അടിപൊളി മഴയായിരുന്നു. ഇപ്പം മഴയൊക്കെ ഇങ്ങോട്ട് പോയി ഒരു നല്ലൊരു ക്ലൈമറ്റ് ആയിട്ട് നിൽക്കണം. ചെറുതായിട്ട് മഴ പൊടിയുണ്ട്. ഞങ്ങളുടെ കിണറുതി നിറഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട്, കവിഞ്ഞിട്ടില്ല. അപ്പൊ നമ്മുടെ എല്ലാവരും ഉള്ളിലായതുകൊണ്ടേ എന്താ പറയാ, ആ ഒരു ഇതില്ല, അതിനൊരു പറയൂലോ, അതന്നെ. അല്ലെങ്കിൽ നമ്മളവിടെ ഒരുമിക്ക് ഓടി വരും, എല്ലാവരും കൂടിൻ്റെ ഉള്ളിലാ. മഴ പെയ്ത് ഇങ്ങനെ ചളവുകളായിട്ട് കിടക്കണ തന്നെ. ശിവരെങ്ങനെ പുറത്ത് ചാടി ഈ കോഴികള്? ഈ പൂവന്മാരെ മാറ്റിട്ട് എന്താ ഷോ വാത്തയുടെയൊക്കെ കൊല്ലം നോക്കിയാണ്. നമ്മുടെ വാത്തക്കുട്ടന്മാരൊക്കെ ചെളി പിടിച്ച് നിൽക്കാണ്. മഴ പെയ്തട്ടെ ആയിരിക്കാം അവര്, പക്ഷെ അവരുടെ സന്തോഷായിരിക്കാം. നമ്മുടെ വാത്തകൾ കൊടുത്തോ? വാത്തകളെ 2 പെണ്ണും ഒരാണും 2500 രൂപയാണ് ഒരെണ്ണത്തിന്റെ വില. നമ്മൾ എത്ര രൂപയ്ക്ക് മേടിച്ച്? നമ്മള് കുഞ്ഞായിട്ടല്ലേ മേടിച്ചേ? കുഞ്ഞിന് മേടിച്ച 1800 രൂപയ്ക്കാണ് 3 അന്ന് നമ്മുടെ പഴയ വീഡിയോ ഒക്കെ കാണാൻ പറ്റും. നമ്മൾ വടക്കാഞ്ചേരി പോയി മേടിച്ചോണ്ട് വന്നു. അപ്പൊ നമ്മുടെ വാത്തയുടെ സൗന്ദര്യം കാണണമെങ്കിൽ നമ്മുടെ മുമ്പത്തെ വീഡിയോ കാണണം. കാരണം ഇപ്പത്തെ സൗന്ദര്യം കാണിക്കാൻ പറ്റില്ല, ചെളി പിടിച്ചിട്ടാണ്ടാ. ഇത്തിരി മഴയൊക്കെ മാറി കഴിഞ്ഞാൽ സുന്ദരന്മാരായിട്ട് തിരിച്ചു വരും അവര്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ മെസ്സേജ്, എങ്ങനെ മെസ്സേജ്? മുട്ടയിട്ടുകൊണ്ടിരിക്കുന്ന പെണ്ണുങ്ങളാണ്. പിന്നെ ഇങ്ങോട്ട് എടുത്തു വാ, എന്നിട്ട് പറ. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റും. 2 പെണ്ണും ഒരാണും. നമ്മുടെ പെണ്ണുങ്ങൾ മുട്ടയിടുന്ന പെണ്ണുങ്ങളാണ്. ഒരു 2-3 പ്രാവശ്യം ഇപ്പൊ മുട്ടയിട്ടിട്ടുണ്ട്. പിന്നെന്താ നല്ല ഇണക്കമുള്ള വാർത്തകളാണ്. ആരും ഉപദ്രവിക്കുന്നില്ല, പാവങ്ങളാണ്. ഞാൻ അത്ര ഓമനിച്ച് താലോലിച്ച് പൊന്നെ ചക്കരയെന്ന് വിളിച്ച് വളർത്തിയാണ് വാർത്തകളാണ്. അപ്പൊ നമ്മുടെ തീറ്റ കൊടുക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പറമ്പിലേക്ക് ഒന്ന് പോവാണ്. പറമ്പിൽ പോകുമ്പോ മൊത്തം ഇങ്ങനെ മീൻസ് മഴ പെയ്തിട്ടേ ആകെ കാടും. ഇത് ചേട്ടൻ നല്ല ചെത്തിയതാണല്ലോ അവിടെയൊക്കെ. ഫുൾ ക്ലീൻ ആക്കിയിട്ടുണ്ട്. പക്ഷെ ഇനിയും അവിടെ സൈഡിലൊക്കെ മൊത്തം ക്ലീൻ ആക്കാനുണ്ട് കേട്ടോ. പുല്ല് എന്തൊരു പുല്ല് കേടാ. കുറച്ച് ദിവസം മുമ്പ് നമ്മള് വെട്ടിച്ചേ. എന്റെ പൊന്നെ, പുല്ല് വെട്ടിയ രജീഷ് ഭായ് ഇത് കാണുന്നുണ്ടെങ്കിൽ കറക്റ്റ് 2 മാസമായിപ്പോഴേക്കും ഇത്രയും കാടായി. ഇതെങ്ങനെ ഇതിൽ കൂടെ അങ്ങനെ നടക്കും? നടക്കണം. ധൈര്യം ദൈവമേ. പാമ്പേ പോ, പാമ്പേ പോ. ഇതിൽ കൂടെ പോണേ. ഇവിടെ നമ്മുടെ കോഴിക്കോട് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള കല്ലുണ്ട്. ഞാൻ വരാം. ഒരു കോഴിക്കോട് എക്സ്റ്റെൻഡ് ചെയ്യാൻ ഒരു കല്ല് ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരു കല്ലല്ല. അയ്യോ, നേരം കൊണ്ട് താഴത്തിൽ കൂടെ നടക്കായിരുന്നു. താഴത്ത് പാമ്പൊന്നും ഉണ്ടാവില്ല. ഇതിപ്പോ നൂൽപാലത്തുമേക്കൂടെ നടക്കണമല്ലേ? അയ്യോ,
എന്റെ ചെരുപ്പാണ് ഇത്തിരി സ്ലിപ്പറിയാന്ന് തോന്നുന്നു. ഞാൻ സാധാരണ വഴിക്കൂടെ നടക്കട്ടെ. വേണ്ട, ഇവിടെ കല്ല് കെട്ടിയിട്ടുണ്ട്. ഈ കല്ലുമേക്കൂടെയാണ് നടക്കണേ. സണിയുടെ പറഞ്ഞ താഴത്തെ കൂടെ ആണെങ്കിൽ വല്ല പാമ്പ് ഉണ്ടാവും. ആ പേരയ്ക്ക് നല്ല സുന്ദരക്കുട്ടനായിട്ടൊക്കെ ഉണ്ടല്ലോ. ഇതിക്കൂടെ ഒന്ന് പോരട്ടെ, ആദ്യം ചാടട്ടെ. അമ്മ പുല്ലായിരുന്നല്ലേ. അങ്ങനെ കാണിച്ച കാണോ? കാണുന്നുണ്ടാവോ? പിന്നീന്ന് കാണിക്കും ഇടൂ. നിക്ക് കാണിക്കാം, കാണാം, നമുക്ക് കാണാനല്ലേ. നമ്മുടെ സുന്ദരക്കുട്ടനായ പേരയ്ക്ക എവിടെ ചെത്തിക്കളയാം. എന്നിട്ട് വേറെ പേരയ്ക്ക് നീ ഒരു പേരയ്ക്ക് താഴ്ത്തി കിടക്കണം. അതെടുക്കണ്ട, അതല്ല അത് കിടക്കേണ്ടത്. ഒരു ചെറിയ ഒളിച്ചു കിടക്കണവൻ. അത് നമുക്കിപ്പോ വേണേ കഴിക്കാം. മറ്റേതൊന്ന് എനിക്ക് ഇങ്ങനത്തെ പേരൊക്കെയുണ്ട് ഇഷ്ടം. കറുമുറു കടിച്ചു തിന്നാനായിട്ട്. ഇങ്ങനെ പഴുത്തത് ബുളുബുളു എനിക്ക് അധികം ബുളുബുളു ഇഷ്ടമല്ല. എന്നാലും അത്യാവശ്യം പഴുക്കണം. ഇത് വല്ല ജ്യൂസ് അടിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ പക്ഷെ നമ്മുടെ പേരയ്ക്ക് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. നാച്ചുറൽ പേരയ്ക്ക. ഞാൻ ഫ്രണ്ടിക്ക് പോവാം. ഞാൻ ഫ്രണ്ടിക്ക് പോവാം. പിടിച്ചോട്ടെ ചേട്ടന്റെ കൈമേ. ചേട്ടന് ഭയങ്കര വില. എന്റെ തസിലിൽ ചവിട്ടിയായിട്ട് കേറിക്കോ. തസിലില് ശരിക്കും നമ്മളൊന്നും വിചാരിക്കേണ്ട നേരെ നടക്കണേ ഒരു കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ വീഴോന്നൊരു പേടി. എന്തിനു പേടിക്കണം? വീണോ നിലത്തുണ്ടല്ലോ. അപ്പൊ മര്യാദക്ക് നിലത്തിക്കൂടെ നടക്കാൻ പോലെ. അനിലേട്ടൻ അങ്ങനെ അന്നതിക്കൂടെ നടന്നു. ഞാൻ ഇവിടെ നടന്നിട്ട് ഞാൻ നടക്കും. വേണ്ട, നിക്ക് ഞാൻ ചെരിയട്ടെ. ഞാൻ ഇവിടെ നാളെ പോയിട്ട് വരട്ടെ. അതെ, ഇത് പ്രാക്ടീസായി. ഡെയിലി കൂടെ നടന്ന് ചേട്ടന് പ്രാക്ടീസായി. ഡെയിലി നടന്ന് ആയിരിക്കാം. എന്റെ ചെരുപ്പിന്റെയും കൂടി ഉണ്ടാവാം. പിന്നെ മാനസികം അല്ലേ ആയിരിക്കാം. എന്തായാലും നമ്മളെത്തി. ഈ ചക്കൊക്കെ ഇട്ട ചക്കുപ്പേരിയൊക്കെ ഉണ്ടാക്കാറുന്നു. ഇതല്ല നമ്മുടെ ഇവിടെ എന്തോ ഒരു ചക്ക എനിക്കറിയില്ല. മൂത്ത ചക്ക. ഇത് മൂത്തിട്ടൊന്നുമില്ല. ഇത് കുഞ്ഞു ചക്കയോ? ഇതേപോലെ ഉണ്ടായി വരണുള്ളൂ. പക്ഷെ മോളുണ്ട്. മോളുണ്ട്. പക്ഷെ ഇതെങ്ങനെ എടുക്കും. എടുത്താ നമുക്ക് ഉപ്പേരിക്ക് ഉണ്ടാക്കാറുന്നു. എന്നെ ഹെൽപ്പ് ചെയ്യോ? എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ ഉണ്ടാക്കാം. നമുക്കൊരു ചക്ക ഇടാൻ സമയം ഉണ്ടാവും. നമുക്കൊന്ന് ചക്ക ഇടാനല്ല ഒന്ന് അറിയില്ല. എന്നെ കാണുന്നുണ്ടാവായിരിക്കും. ഇപ്പൊ നമ്മൾ വന്നേക്കുന്നത് താറാവിനെ പിടിക്കാനാണ്. താറാവിനെയും കോഴീനെയും പിടിക്കണം. എന്നിട്ട് ക്ലീൻ ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ട് കൊടുക്കണം. ശരിയാണ്. ഇങ്ങനെ പിടിക്കുമ്പോൾ മുകൾവശം കാണില്ല കേട്ടോ. അല്ല, അടിവശം ഇങ്ങനെ വെക്കണം മുകളിലേക്ക്. അങ്ങനെ താറാവിനെ പിടിക്കാൻ പോവല്ലേ? താറാവിനെ പിടിക്കാൻ ചാക്ക് എടുക്കട്ടെ. ഇല്ല, അപ്പൊ നമ്മള് ഷീറ്റ് കെട്ടണം പറഞ്ഞത്. ഷീറ്റ് പിന്നെ കേട്ടോ. ഇപ്പൊ നല്ല മഴ വരാൻ പോവാ. ഷീറ്റ് പിന്നെ കേട്ടോ നോക്കാം. ഷീറ്റ് ഞാൻ പിന്നെ കേട്ടിക്കോളാം. നീ ബക്കറ്റൊക്കെ ഒന്ന് എടുക്ക്. താറാവിനെ എടുത്തിട്ട് കാണാം. അപ്പം അങ്ങനെ നമ്മുടെ താറാവിനെയും കോഴീനെയൊക്കെ നമ്മൾ ചാക്കിലാക്കിയിട്ടുണ്ട്. ക്ലീൻ ചെയ്യാൻ വേണ്ടി. സ്പീഡിൽ പോയതല്ല എൻ്റെ ഹെൽമെറ്റ്. ഇപ്പം ക്ലീനാക്കാൻ വേണ്ടി അഷ്ടമിച്ചർ കൊടുക്കുകയാണ്. അപ്പോൾ അവർ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തൊക്കെ തരും. അപ്പം നാടനായതുകൊണ്ട് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പം ഇതാവുമ്പോൾ എത്ര രൂപ ക്ലീൻ ചെയ്യാൻ? 80 രൂപ ഒരെണ്ണത്തിന് കൊടുക്കണം ക്ലീൻ ചെയ്യാൻ. എന്നാലും കുഴപ്പമില്ല.
നമുക്ക് ചൂടുവെള്ളം ഒഴിച്ച് തിളപ്പിച്ച് അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. അങ്ങനെ പിന്നെ നേരെ ഇഷ്ടമനുസരിക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ കോഴീനെയും താറാവിനൊക്കെ കൊടുത്ത് വെയിറ്റ് ചെയ്യാണ് ക്ലീനിങ്ങിന് വേണ്ടി അല്ലേ? ആ ഒരു 10 മിനിറ്റ് കൊണ്ട് പോവാം. സ്റ്റീവിന് എടുക്കേണ്ട സമയമാറായി. ഓൾറെഡി അളിയനെ അവിടെ കാർ കഴുകാനായിട്ട് വന്നിട്ടുണ്ട്. അളിയന്റെ കാർ കഴുകി കഴിയുമ്പോൾ അളിയൻ്റെ കൂടെ ചേട്ടൻ വരും. അളിയനോട് ഇങ്ങോട്ട് വരാൻ പറയാം. ഓക്കെ, ഞാൻ സ്റ്റീവിനെ എടുത്ത് നേരെ വീട്ടിലേക്ക് പോട്ടാം. വീണ്ടും അങ്ങനെ സ്റ്റീവിനെ എടുക്കാനായിട്ട് പോവാട്ടോ. സ്റ്റീവിനെ സ്കൂളിൽ നിന്ന് എടുത്ത് ഞങ്ങളെത്തി. അതെ, തുമ്പി, അതിന്റെ പേരാണ് തുമ്പി. ഡ്രാഗൺ ഫ്ലൈ. ആ ഡ്രസ് അല്ല ഷൂസ് വരും. പിന്നെ അകത്ത് കയറട്ടെ. ഷൂസ് വരും. വെള്ളം ഒക്കെ വറ്റിയിട്ടാ, മഴ പെയ്ത് വെള്ളം തോർന്നു. പക്ഷെ നല്ല മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് ഇന്ന് രാത്രി. അപ്പൊ അങ്ങനെ വീഡിയോ ഒക്കെ പോയി. ഞാനിങ്ങനെ കുറെ നേരം ഇങ്ങനെ ബോറടിച്ചുകൂടി ഇരിക്കണേ. അപ്പിണ്ടാ അതേ അളിയൻ വന്നു. അതേ അളിയൻ വന്നു. പിന്നെ ഇവിടുന്ന് കോഴീനും താറാവിനെയും കൊണ്ട് നേരെ വീട്ടിൽ പോകും. അപ്പൊ അങ്ങനെ നമ്മുടെ കോഴിയും താറാവും രണ്ടും ദേ ഉള്ളിലായി. പിന്നെ ഞങ്ങള് പോവാ. അളയെ പോവാ. അശോ ഇത് ചവിട്ടാൻ പറ്റുമോ? ഞങ്ങളുടെ ഇവിടെയുള്ള ഓട്ടോ ഗ്യാരേജ് ഉണ്ടോ, വണ്ടി വാഷ് ചെയ്യുന്ന സ്ഥലം. സൂപ്പർ വാഷിംഗ് ആണ്. മാനിസൺ. ഞാൻ ചെളിയാക്കണ്ട. അപ്പൊ അങ്ങനെ നമ്മള് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കിട്ടിയാ എല്ലാം സൂപ്പറാക്കി. നല്ല മണം വരണ്ടല്ലോ വണ്ടിന്ന്. ചിക്കൻ്റെ മണമാണോ? അല്ല അല്ല, വണ്ടി കഴുകിയതിന്റെ മണം. ലക്ഷറി സ്മെൽ. ആ ടുട്ട് കിടക്കണ്ട കേട്ടോ അവിടെ സൈഡില്. ടുട്ട് ഇത് ഇങ്ങനെ കൊറേ നേരം അവിടെ വന്ന് കിടക്കണ. സ്റ്റീവിനെ കൊണ്ടുവന്നപ്പോ അവിടെ ഉണ്ടായിരുന്നു ആള്. ആ ആയിരിക്കാം.